ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി ലഭ്യമാക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശ വർക്കേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. MG പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. പ്രതീഷ്, ഇത് കൂടുതൽ കനത്ത ഒരു സമരമായിട്ടാണോ ഇത് മുന്നോട്ട് പോകുന്നത്, പുരോഗമിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഈ നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസിലേക്ക് നടത്തുന്ന ഈ മാർച്ചിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് NHM ഓഫീസിലേക്കാണ് ആശമാർ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഓഫീസിന് ഉള്ളിലുള്ള NHM ഓഫീസിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് എത്തി നിൽക്കുന്നത്. ഈ ഗേറ്റിന് മുന്നിൽ വെച്ച് ഈ മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ ഓണറേറിയം വർധനവാണ് ആശമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന്. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക എന്ന ആവശ്യം അവർ ഈ പ്രതിഷേധ മാർച്ചിലൂടെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാർ നേരത്തെ ആശമാർക്കായി പ്രഖ്യാപിച്ച ഇൻസെന്റീവ് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ഇൻസെന്റീവ് ആശമാർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻസെന്റീവ് വർധനയും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ നടപ്പിലാക്കണമെന്നതാണ് ഇവർ ഉയർത്തുന്ന രണ്ടാമത്തെ ആവശ്യം. മറ്റൊന്ന്, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി ഉയർത്തണമെന്നതാണ് ആശമാർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം. ഇതുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ NHM ഓഫീസിലേക്ക് ആശമാർ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. നേരത്തെ സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ച രാപ്പകൽ സമരം 193 ദിവസം പിന്നിട്ടു. 7 ദിവസം കൂടി കഴിഞ്ഞാൽ 200-ാം ദിവസത്തിലേക്ക് ആശമാരുടെ പ്രതിഷേധ സമരം കടക്കുകയാണ്. പക്ഷേ അപ്പോഴും സർക്കാരിൽ നിന്ന് അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് അവർ പറയുന്ന കാര്യം. ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. പക്ഷേ ആ വിദഗ്ധ സമിതി ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. 2 ആഴ്ച കൂടി സമയം നീട്ടി ചോദിച്ചു എന്നുള്ള മറുപടി ലഭിച്ചു എന്നതാണ് ആശമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആവശ്യങ്ങളിൽ എത്രയും വേഗം പരിഹാരം കാണണമെന്നതാണ് അവർ പറയുന്ന കാര്യം. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് NHM ഓഫീസിലേക്ക് ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഏകദേശം 100-ലധികം വരുന്ന ആശാപ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കാളികളാണ്. നേരത്തെ ഈ മാർച്ച് പൊളിക്കാൻ സർക്കാർ ചില നീക്കം നടത്തുന്നുവെന്ന് ആശമാർ ആരോപിച്ചിരുന്നു. കാരണം നേരത്തെ ഓഗസ്റ്റ് 20-ന് മാർച്ച് നടത്താൻ നോട്ടീസ് നൽകിയപ്പോൾ അന്ന് ആശമാർക്ക് പ്രത്യേക പരിശീലന പരിപാടി ഉണ്ട് എന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധം ശക്തമായതോടുകൂടി ആ പരിശീലന പരിപാടി ഇന്ന് ഉച്ച കഴിഞ്ഞ് മാറ്റിവച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഒരു പ്രതിഷേധ പരിപാടിയുമായി ആശമാർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ നിലവിൽ ഈ പ്രതിഷേധ മാർച്ചിലുടനീളം ആശമാർ പറയുന്നത് തങ്ങൾ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും അത്തരത്തിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് ആശമാർ ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വലിയ പ്രതിഷേധം ഇപ്പോൾ NHM ഓഫീസിലേക്ക് കൂടി ആശമാർ സംഘടിപ്പിക്കുന്നത്. GK. ശരി പ്രതീഷ്, MG പ്രതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.